ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഒരു മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. മട്ടൺ സൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇതെന്തോത്തിനാ ഇത്രയും ബിൽഡപ്പ്, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. അറിയാൻ വയ്യാത്ത ചില ആൾക്കാർ കാണുമല്ലോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്കും കൂടെ ഒക്കെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം ഈ മട്ടൺ സൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഈ സൂപ്പിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺ സ്റ്റാർച്ച് ചേർക്കാറുണ്ട്, ആരോറൂട്ട് മാവ് ചേർക്കാറുണ്ട്, അരിപ്പൊടി ചേർക്കാറുണ്ട്. നമ്മൾ ഈ സൂപ്പിൽ അങ്ങനത്തുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മിക്ക വീടുകളിലും വയസ്സായ ആൾക്കാരുണ്ടാവാം, പ്രഗ്നൻറ്റ് വുമൺ ഉണ്ടാവാം, കുട്ടികൾ കാണും, അവർക്കൊക്കെ ഒരു ബോൺ ഹെൽത്ത് കിട്ടാനും നല്ല ആരോഗ്യം കിട്ടാനും ആയിട്ടൊക്കെയുള്ള ഒരു വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിൽ എപ്പോഴും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഞായറാഴ്ചകളിൽ ചിക്കനും മട്ടണും ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന കടകളിൽ ഒരു 100 രൂപയ്ക്ക് എല്ലിൻ്റെ കഷ്ണങ്ങൾ കിട്ടും. മട്ടൻ്റെ എല്ലിൻ്റെ കഷ്ണങ്ങൾ സ്ഥലത്തിനനുസരിച്ച് ചിലപ്പം വിലയിൽ ചില വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു 100 രൂപ കൊടുക്കാമെങ്കിൽ നമുക്ക് മട്ടൻ്റെ കഷ്ണങ്ങൾ കിട്ടും. അത് കൊണ്ടുവന്ന് നന്നായിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഒരു തക്കാളിയോ ഇല്ല, ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 2 തക്കാളി എടുത്തോളൂ. 2 തക്കാളി വേണം. ഒരു 10 ചുവന്നുള്ളിയോളം, ചെറിയ ചുവന്നുള്ളി ഒരു 10 ഉള്ളിയോളം ഇടുന്നത് നല്ലതാണ്, തണുപ്പ് കിട്ടും. ഒരല്പം ഇഞ്ചി കഷ്ണം എടുത്ത് ചെറുതായിട്ട് അരിയുക. ഒരു 4-5 പല്ല് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുക. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ എത്ര മെമ്പേഴ്സാണുള്ളതോ അതിൽ കാട്ടിയും 1 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ 4 പേരാണ് നമ്മുടെ വീട്ടിലുള്ളത്, 4 പേർക്കാണ് സൂപ്പ് കുടിക്കേണ്ടതെങ്കിൽ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇത് ഇത്രയും കൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് കുക്കറിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചരുവത്തിലോട്ട് ഇത്രയും സാധനങ്ങളിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം പാകമാണെങ്കിൽ നമ്മൾ കുക്കറിലോട്ട് അടച്ച് അടുപ്പിൽ വയ്ക്കുക. ഒരു 5 വിസിൽ വരെ വരണം കേട്ടോ. 5 വിസിൽ വരുമ്പോഴേ ആ എല്ലിനകത്തുള്ള എല്ലാ പോഷകങ്ങളും അതിനകത്തോട്ട് ഇറങ്ങി നന്നായിട്ട് ആ സൂപ്പ് മിക്സ് ആവുകയുള്ളൂ. അതിനുശേഷം തണുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ കഷ്ണങ്ങൾ നമ്മൾ തണുത്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുക. ഒരു 2-3 ദിവസത്തിന് ശേഷം ഈ കഷ്ണങ്ങളിലോട്ട് ഇപ്പോൾ ഇട്ട ഈ ഇൻഗ്രീഡിയൻസ് യാതൊന്നും ഉപയോഗിക്കേണ്ട, വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സൂപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം 100 രൂപയുടെ എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് നമ്മൾ 2 ദിവസം സൂപ്പ് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഈ സൂപ്പ് നമ്മൾ അരിച്ചെടുത്ത് ഇതിലോട്ട് ഞാനൊരല്പം മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം പുതിനയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒരുപാട് ഇടരുത്. ഇവിടെ ഈ പുതിനയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സൂപ്പിന്, വളരെ നല്ലൊരു ടേസ്റ്റാണ്. കുടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീട്ടിൽ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാവും പിന്നെയും വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ഒരു സൂപ്പാണ്. നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.